കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടേ. ആ കമൻറ്റ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നേ: എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഡാൻസ് പഠിക്കാൻ, നാട്ടുകാരെ പേടിച്ചിട്ടാ പോവാത്തെ, നല്ല സിറ്റിയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ എന്നോ പോയേനെ എന്നൊരു കമൻറ്റ്. ഈ കമൻറ്റ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു, ഒരുപാട് സങ്കടവും തോന്നി. കാരണം ആ കമൻ്റ് ഇട്ട വ്യക്തിയുടെ ഉള്ളിൽ എത്രമാത്രം ആഗ്രഹമുണ്ട് ആ ഡാൻസ് പഠിക്കാൻ എന്നുള്ളത് ആ കമൻറ്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നത്? എന്തിനാണ് നമ്മൾ നാട്ടുകാരെ പേടിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ സാധിച്ചെടുക്കേണ്ടതല്ലേ? നമ്മൾ എന്തിനാണ് നാട്ടുകാരെ പേടിക്കേണ്ട കാര്യം? എന്ത് പഠിക്കണമെങ്കിലും നമുക്കത് പ്രായം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമുക്കതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല എന്നൊക്കെ. ഈ സാഹചര്യവും സമയവും ഒക്കെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാനായിട്ട് വേറെ ആരും നമ്മളെ സഹായിക്കില്ല. അതിന് നമ്മൾ സമയം കണ്ടെത്തണം, നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. നല്ലൊരു പാട്ട് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ പാട്ട് പഠിക്കണം. ഡാൻസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ഡാൻസ് നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ മുടങ്ങിപ്പോയ പഠിത്തമാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതെങ്കിൽ അതും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മളേ ഉള്ളൂ, തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനും ഒക്കെ നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളൊരു ബോധം ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇങ്ങനെ നാട്ടുകാരെ പേടിച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കുമോ? ഒന്നുമില്ല. ഒരിക്കലും നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോഴും ഒരു സീറോയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ആ സീറോയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണം. ഇങ്ങനെ നമ്മൾ നിരാശരാവാതെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടി വെക്കാതെ അതിനുവേണ്ടി ഒരുങ്ങാം. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്ക് സീറോയിൽ നിന്ന് നമുക്ക് ഹീറോ ആയി മാറാം.